ഓക്കെ ഗായ്സ്, നമ്മളൊരു ഡിഫറെന്റ് വെറൈറ്റി ഒരു സ്റ്റൈൽ ഓഫ് ഒരു ചാലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ചാലഞ്ച് സക്സസ് ആവോ ഇല്ലയെന്നൊന്നും അറിയില്ല, ബട്ട് ട്രൈ ചെയ്തു. അതെനിക്ക് ഉറപ്പാണ്. അത് അങ്ങനത്തെ ഒരു ഫേവറേഴ്സ് ഉള്ളൊരു ചാലഞ്ച് ആണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ ആലോചിച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചതല്ല, ഉള്ളത് ഒരു ചാലഞ്ച് പോലെ. അപ്പം ഇതില് മേ ബി കുറെ കട്ട്സ് ഒക്കെ ഉണ്ട്. കാരണം ഇത് ഞാൻ എന്താ ചാലഞ്ച് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. ഞാന് ഒരു 5 സോങ്സ് ഞാൻ പ്ലേ ചെയ്യും. 5 സോങ്സ് ആയിട്ടല്ല പ്ലേ ചെയ്യും, അതിന്റെ ഹമ്മിങ് ഇല്ലേ തുടക്കത്തില്ല, ആ ഹമ്മിങ് മാത്രം പ്ലേ ചെയ്യും. ആ ഹമ്മിങ് വെച്ചിട്ട് സോങ് ഏതാണ് ഇവള് പ്രഡിക്റ്റ് ചെയ്യണം. ഫസ്റ്റ് ഒരു 5 എണ്ണം ഞാൻ പ്ലേ ചെയ്യും, പിന്നെ അതിൽ അവളെ സ്കോർ എടുക്കും. അതേപോലെ അടുത്ത 5 എണ്ണം പ്ലേ ചെയ്യും. ഇന്റത് വെറുതെ പ്ലേ ചെയ്യും. എനിക്ക് അങ്ങനെ ഹമ്മിങ് കേട്ട് പറയാനൊന്നും അറിയില്ല. എനിക്ക് ഫസ്റ്റ് സ്റ്റാൻസ് കിട്ടാൻ. അപ്പൊ പിന്നെ ഇവളെ ഫോണാണ്, ഇവളെ പ്ലേലിസ്റ്റ് ആണ് ഒക്കെ. പിന്നെ ഓൾറെഡി ആയിക്കോട്ടെ, റാൻഡ് ആയിട്ടുള്ള സോങ്സ് ഞാൻ സെർച്ച് ചെയ്തു. മലയാളം മാത്രമായിട്ടുള്ളൂ. മലയാളം വേണം, തമിഴും പറ്റുമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. മലയാളം മതി, എനിക്ക് തമിഴ് കുറച്ച് കുഴപ്പമില്ല, മലയാളം മാത്രമാക്കാം, രണ്ടുപേർക്കും ഓക്കെ ആയിട്ടില്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതില് ചിലപ്പോ ആഡൊക്കെ കയറി വരും, അപ്പൊ അവിടെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇതില് യൂട്യൂബിൽ ഇടാനുള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ 10 സെക്കൻഡ്സിന്റെ താഴെ ആയിരിക്കും ഇത് സോങ്ങിന്റെ ഹമ്മിങ് ഇടുക. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റത്തെ സോങ് എടുക്കാൻ പോവാണ്. മലയാള സോങ് അല്ല, എത്ര ടൈമിന്റെ ഉള്ളിൽ പറഞ്ഞ അങ്ങനെ ഉണ്ടാ? ഹമ്മിങ് കേട്ടിട്ട് 10 സെക്കൻഡ് അല്ലേ? അതല്ല, ഞാൻ എത്ര സമയം അങ്ങനെ ഉണ്ടാ? അങ്ങനെയൊക്കെ 10 വരെ ഉണ്ട്. 15 വൈഫൈ ഏതാ കണക്ട് ചെയ്തിരുന്നത്? തീരെ റേഞ്ച് ഇട്ടില്ലല്ലോ. നെറ്റ് ഓൺ ആക്കി ഇതൊക്കെ ഒരു 15ഒന്നുമില്ല. അതെന്ത് കളിയാ? അത് മനസ്സിലാവണില്ലല്ലോ. മനസ്സിലാവല്ലോ. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ഒരു 10 വരെ എണ്ണിയാൽ എന്താവുക? ടൈം തികയോ? ടൈം കൂടുതലാവും. അപ്പൊ ഞാൻ വെക്കുക. ഫസ്റ്റ് ഞാൻ ഒരു പെട്ടെന്ന് കിട്ടുന്ന ഒരു സോങ് തന്നെ വെക്കാം. ഈ ഒരു സോങ് ആണ് ഫസ്റ്റ് ഞാൻ ഇതാക്കാൻ പോകുന്നത്. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്ക് പ്ലേ ചെയ്യാം. ഫസ്റ്റത്തെ 10 സെക്കൻഡ് കേട്ടോ. ഇത് എളുപ്പമുള്ള, അതെല്ലാവർക്കും പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഓള് പാടിയിരിക്കാണ്. നീ അറിഞ്ഞോ നീലക്കുയിലിൽ നിന്നെ വിളിക്കുന്നു മാനസം, എത്ര പറഞ്ഞാലും തീരാത്ത. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇതിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. പ്രഡിക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ടഫ് ഒന്നും തരല്ലേ? കുറച്ച് ടഫായി വരണ്ടേ, എന്നാലല്ലേ ഒരു ഗെയിം ത്രില്ലുള്ളൂ. ഓക്കെ, അപ്പൊ ഈ സോങ് ആണ് ഇപ്പൊ പ്ലേ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം പ്രഡിക്റ്റ് ചെയ്യുമെന്നുള്ളത്. സോങ് പ്ലേ ആവുന്നില്ല, ഇത് ലോഡാവുന്നില്ലല്ലോ. വൈഫൈ ഓഫാക്കിട. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്, ബ്ലോപ്പർ ആവും തോന്നുന്നുണ്ട്. എന്താ ഇങ്ങനെ? നിന്റെ ഫോൺ എടുത്തിട്ട് വാ. ഓക്കെ, ഇതാക്കിയിട്ടുണ്ട് സോങ്. ഓക്കെ 10 സെക്കൻഡ് പറയ്. 1 2 സ്വപ്നവുമായി തുടക്കം
ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് ഞാനൊരു ടൂണ് പറഞ്ഞില്ലേ? 7, ടിക് ടിക് 8. ഹോട്ട് സീറ്റിൽ ഇതാ ഭാഗ്യമായി കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ടിക് ടിക് 9, ടിക് 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 ടിക്. അറിയുന്ന പാട്ടല്ല, ഫസ്റ്റ് ലൈൻ അറിയില്ലല്ലോ. എന്നാ പാട് ഓർമ്മ പാട് പാട്. അതെ അതെ, അവളെ ഓൾമോസ്റ്റ് പറഞ്ഞിട്ട് നമ്മളൊരു സെക്കൻഡ് സോങ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു കൺസെഷൻ അനുവദിക്കാണ്. ആ ഒരു സോങ് തന്നെയാണ് കേട്ടോ, ഈ സോങ് തന്നെയാണ്. ലൈൻ അറിയില്ലല്ലോ. അടുത്ത സോങ് അറിയണമെന്നേ ഉള്ളൂ. അങ്ങനെ ഉണ്ടേ. ഓക്കെ, നിനക്കും അങ്ങനെ ഒരു ചാൻസ് തരാ. ഓക്കെ, അടുത്തത് ഈ ഒരു മൂന്നാമത്തെ സോങ്. ഈ സോങ് കാണാൻ പറ്റും വിചാരിക്കുന്നു. ഓക്കെ, അടുത്തതിന്റെ ഇതൊക്കെ ഏത് പാട്ട്? എനിക്കറിയില്ല. സ്കിപ്പ് ചെയ്തോ? പാട്ട് അറിയില്ല. മേലെ മാനത്തെ ഏത് മേലെ മാനത്തെ? മേലെ മാനത്തെ അതല്ലല്ലോ. അതല്ല, ഏതോ പഴയ പാട്ട് എടുത്തോളൂ. ഈ പാട്ട് നമ്മള് തോറ്റിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത പാട്ട് വെക്കാം. അടുത്ത പാട്ട് ഇതിപ്പോ 3 പാട്ട്, അതില് 2 ഇത് സ്കോർ ചെയ്യുള്ളൂ. അപ്പൊ 2 3-ല് 2 സ്കോർ ചെയ്തു. അത് പിന്നെ ഞാൻ പോട്ടെ പാവന്ന് വിചാരിച്ച് വിട്ടുകൊടുത്തതാണ്. അടുത്തത് ഏത് സോങ് ഞാൻ പറഞ്ഞത്? അടുത്തത് കുറച്ച് അറിയുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ട് കൊടുക്കാം അല്ലെ? കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള പാട്ടായിരിക്കും, നിങ്ങൾക്ക് പരിചയമാണ്. അപ്പൊ ഇതാണ് അടുത്തത് വെക്കാൻ പോകുന്നത്. 1, 2, 3, 4, 5, 6, അറിയാം. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? ഓക്കെ, അത് സംഭവിച്ചു. അപ്പൊ പാട്ട് പഠിച്ചിരുന്നു ഞാൻ. പാട്ട് പഠിച്ചതുകൊണ്ട് വലിയ ഉപകാരമായി. വലിയ മെയിൻ വന്നേക്കുന്നു. അടുത്ത നീ എന്തായാലും പറയും. എന്താ ഇത്? 4ാമത്തെ സോങ് പറഞ്ഞ് 5ാമത്തെ സോങ്. ഇത് നല്ല സോങ് ആണ്. ടഫ് ആയിട്ടുള്ള സോങ് അല്ല. ടഫ് ഓൾറെഡി ഒരെണ്ണം നമ്മൾ കൊടുത്തു. അപ്പൊ നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോങ് കൊടുക്കാം അല്ലേ? നേരത്തെ തന്നാ പിന്നെ എന്ത്? കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള സോങ് കൊടുക്കാം. ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോങ്. നിനക്ക് ഞാൻ എല്ലാം ടഫായിട്ടത്. അഡ്വർടൈസ്മെന്റ് പ്ലേ ആയിക്കോട്ടെ. വെള്ളമാണ്. എന്തൊരു സാധനം, എന്തോ ഒരു ഇത്. ഓക്കെ, വെള്ളം കുടിച്ചിട്ടാവും ബാക്കി. ഇത് അടവല്ലല്ലോ? അല്ല, എന്തോ ഒരു സംഭവം. വെള്ളം എടുത്ത് റൂമിലുണ്ട്. ശരിക്കും മത്സരത്തിന്റെ ഇടയിൽ ഇങ്ങനെയൊന്നും പാടില്ലാത്തതാണ്. പിന്നെ പാവല്ലേ വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സോങ് ആണ് അടുത്ത പ്ലേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. റെഡി? ഓക്കെ അല്ലേ? ഹോട്ട് സീറ്റിൽ ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, 6, 7. അറിയാം. ഓക്കെ, കോൺഫിഡന്റ് അല്ലേ? ഓക്കെ, ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, വണ്ണാത്തി പുഴയുടെ തീരത്ത് നീ ആ നൂറ്റാണ്ടിലൊക്കെ അല്ലേ? ആ പാട്ട് 90s കിഡ്സ് ഒന്നും അല്ലെങ്കിലും
ഞാൻ 2000 ഉണ്ട്. ബട്ട് നമുക്ക് പഴയ പാട്ടിനോടൊക്കെ ഭയങ്കര എന്തായാലും ഒരു പാട്ട് നീ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തായാലും 5 പാട്ടും പറയും. ഉറപ്പാ? പറയുന്നില്ല, എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അപ്പം എന്റെ റൗണ്ട് ആരംഭിക്കുകയാണ്. നമുക്ക് കാണാം ആര് ജയിക്കുമെന്ന്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ശരി, മലയാളം എവർഗ്രീൻ എന്നാണല്ലേ. ഇടട്ടെ? അതില് 10 സെക്കൻഡ് നോക്കിക്കോണ്ടേ. എത്ര 10 സെക്കൻഡ് അങ്ങോട്ട് നോക്കി ഗൈസ്, ഇതാണ് കേട്ടോ. പോയാടുന്ന് പറയാം. ഇതൊക്കെ എന്താ 10 സെക്കൻഡ് ഒക്കെ ആയി. 10 സെക്കൻഡ് അടുത്ത് പോവാൻ എനിക്ക് മനസ്സിലാവണില്ല. ഇതൊന്നും മറ്റേ ഒരു വട്ടം കൂടെ കേട്ടോ, ഒരു വട്ടം കൂടെ. കാറ്റടിക്കുന്ന ഒച്ചയൊന്നും ഹമ്മിങ് കൂട്ടൂല. അത് അപ്പോഴേക്കും അടുത്ത ലൈവ് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത സിമ്പിൾ ആയ ഇത്. ഇതൊക്കെ നല്ല സോങ്, അതൊക്കെ ഞാൻ പറയായിരുന്നു. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7 അല്ല, ടിക് ടിക് 8, ടിക് ടിക് 9, ടിക് ടിക് 10. അറിയില്ല. പാട്ട് ഏതാന്ന് പറയട്ടെ? തങ്കത്തിങ്കൾ കിളിയായി കുറുക അതിങ്ങനെ ഹമ്മിങ് കഴിവില്ല, അതിനുള്ള കഴിവില്ല. നെക്സ്റ്റ് തങ്കത്തിങ്കളെ. അപ്പൊ എന്നാലും അടുത്ത സിമ്പിൾ തരാം. എന്നാല് പാവല്ലേ, സിമ്പിൾ ആയാ മതി. ഇതെനിക്കറിയാം. ഇതാണ് സംഭവം. പാടം പൂത്തക്കാലം. അപ്പൊ ഒരു പോയിന്റ്. ഇനി എനിക്ക് ടഫുള്ള ഡ്രോ ആവുന്നതാണ് എന്റെ. ഇനി ടഫുള്ള കൊടുക്ക. ഏതാ പറയാ? ഒരു മിനിറ്റ് അവരെ കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് ഗൈസ്. ഇതും അറിയില്ലേ? നീ പ്രേമിച്ചിട്ടല്ലേ കല്യാണം കഴിക്കണേ? സത്യം പറഞ്ഞോ? ഷോ എന്നോടാ ചോദിക്കുന്നത്. ഞാൻ മണിമണി പറഞ്ഞു. 20 സെക്കൻഡ് ആയി. അറിയില്ല, അറിയില്ല. അത് വെച്ചിട്ട് എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7, I don't know. ടിക് ടിക് 8, I don't know. ടിക് ടിക് 9, ടിക് ടിക് 10. എന്തിനു വേറൊരു സൂര്യോദയം. ഈ പാട്ട് നീ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഈ പാട്ടിനായി ഒന്ന് അമർത്തുക. എനിക്ക് പാട്ടൊക്കെ പക്ഷെ ഹമ്മിങ് കിട്ടും. ഓക്കെ, 3 സോങ് ആയില്ലേ? നീ പാവല്ലേ സിമ്പിൾ കൊടുക്ക. നീ സിമ്പിളിന് മാത്രമേ പറയുള്ളൂ. ഞാൻ എന്റെ പ്ലേലിസ്റ്റിലുള്ള പാട്ടുകളൊക്കെ എനിക്ക് അറിയുള്ളൂ. ഞാൻ അധികം ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. കൊറേ ഒക്കെ തമിഴൊക്കെ ആയിരിക്കും. ഹമ്മിങ് കേട്ടാൽ എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ഫസ്റ്റ് ലൈന് കേട്ടാല് ബാക്കി കുറച്ച് ലൈൻ പാടാൻ പറ്റും. ആ ഒരു കഴിവ് എനിക്ക് തന്നു. ആ വേഗം പറഞ്ഞു. വേഗാക്ക്. എന്തത്ര തപ്പ? എന്തായാലും ഞാൻ പറയില്ല. പേടിക്കണം. സിമ്പിളെങ്കിലും തരണ്ടേ? സിമ്പിളെങ്കിലും ഏതാ വെച്ചോ? ഏതെങ്കിലും മതി. എന്ത് ചെയ്യാന്? ഹമ്മിങ് കേട്ട് പാട്ട് സിമ്പിൾ. എന്താ താമരപ്പൂവിൽ വാഴും
എനിക്ക് അറിയണ പാട്ടാണ്. അറിയണ പാട്ടാണ്. പക്ഷെ ഒരു ഹമ്മിങ് കേട്ടൊരു പാട്ട് പറയണം എന്നുള്ളത് അതിനുള്ള സ്കില്ല് എനിക്കില്ല. ഇനി നെക്സ്റ്റ് ഈ ഒരു ഞാൻ പാട്ട് പഠിച്ച കുട്ടിയായോണ്ടാണോ ഞാൻ ഇത്ര മണി രാവിലെ പാട്ട് മത്സരത്തിനാണ്. അതെ, എത്ര സോങ്? 4 സോങ് അല്ലേ? ഇനി സിമ്പിൾ പറയണെങ്കിൽ ഇതെങ്കിലും നീ പറയണട്ടാ. സിമ്പിളായിട്ട് ഇതെങ്കിലും നീ പറയണേ. അയ്യോ തേങ്ങ, അത് മനസ്സിലാവൂല്ലോ. കാലാപാനി. നല്ല പാട്ട്. ഡയലോഗല്ല, പാട്ട്. പാട്ട് വെക്ക്. ഇതെങ്കിലും ഗായ്സ്, ഇതാണ് സാധനം. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7, ടിക് ടിക് 8, ടിക് ടിക് 9, ടിക് ടിക് 10. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്ന് നീ തെളിയിക്കുകയാണല്ലോ ദാസ. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. ഈ ഒരു കഴിവ് എനിക്കില്ല, ഹമ്മിങ് കേട്ടിട്ട് പാട്ട്. എന്നാ വേറെ എന്താ വല്ല അന്താക്ഷരി ആയാലും എന്നാ. അന്താക്ഷരിക്കുള്ള കൽപ്പിനില്ല. അപ്പൊ ഇതില് ജയിച്ചത് പാരം പ്രത്യേകം പറയണ്ടല്ലോ. ഞാൻ തന്നെയാണ് ജയിച്ചത്. ഒരു പാട്ട് ബാക്കിയുള്ളതൊക്കെ ഏതോ. ഇനിയും ഉണ്ടോ ഷേർഖാൻ? ഇനിയും ഒരു 100 പാട്ടെങ്കിലും. ഞാൻ ഇതൊക്കെ പഠിച്ചിട്ട് സെറ്റ് ആയിട്ട് അടുത്ത ചാലഞ്ചിൽ ഞാൻ ഫസ്റ്റ് അടിക്കും. 5-ൽ 5, 10-ൽ 10. അതെ അതെ അതെ. ഇതിനുള്ള തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും ഗൈസ്. ഒരു റൗണ്ട് കൂടെ വേണ്ട, വേറെ ഏതെങ്കിലും ചാലഞ്ച് ഞാൻ നിന്നെ തോപ്പിക്കും. എന്നിട്ട് ഇത് പഠിച്ചിട്ട് ഇതിൽ ഞാൻ നിന്നെ തോപ്പിക്കും. അപ്പൊ നീ വരും. ഒന്ന് തോറ്റി തരുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇതില് എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ്. ഏതായാലും കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ചാലഞ്ച് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ ജയിച്ചതാരാ തോറ്റതാരാ ഞാൻ എടുത്തു പറയുന്നില്ല. അശോകന് ക്ഷീണാവാം. അപ്പൊ എന്തായാലും എന്താന്ന് വെച്ചാൽ അല്ല ജയിച്ച തരാട്ടാ. ശരി, ഈ ഒരു സാരല്ല, കണ്ണീര് തടച്ചു പറ. എന്തായാലും ഈ ഒരു ചാലഞ്ച് ഇവിടെ എൻഡ് ഈ ചാലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇതേപോലെ നല്ല ചാലഞ്ചസ് ആയിട്ട് ഞാൻ ജയിക്കുന്ന ചാലഞ്ചസ് ഈ ചാലഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ചാലഞ്ച് ആയിട്ട് വരുന്നവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്. നിങ്ങൾ ഇതേപോലെ ചാലഞ്ചസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ചാലഞ്ചസ് ആണ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ളത് കമന്റ് ചെയ്യാം. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കുറച്ച് ഫണ്ണി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരാം. ഗെയിംസ് ചാലഞ്ചസ് ഒക്കെ കമന്റ് ഡൗൺ ചെയ്യാം. അതെ, ഇപ്പൊ വെച്ച് ഉണ്ടാക്കിയതാണ് ഓരോന്ന്. അപ്പൊ ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ നമ്മൾ ട്രൈ ചെയ്യാം. ഫൺ എലമെന്റ്സ് ഒക്കെ ചേർത്ത് ഇങ്ങനെ വരാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും ബൈ.